പശ്ചിമേഷ്യയിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന സൈനിക സംഘർഷങ്ങളിലും രാഷ്ട്രീയ അസ്ഥിരതയിലും ആഗോള കൂട്ടായ്മയായ ബ്രിക്സ് കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ന്യൂഡൽഹിയിൽ വെച്ച് ചേർന്ന ബ്രിക്സ് വിദേശകാര്യ സഹമന്ത്രിമാരുടെയും പ്രത്യേക പ്രതിനിധികളുടെയും യോഗത്തിലാണ് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകരുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ലോകക്രമത്തിൽ നിർണായക സ്വാധീനമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ഏറെ പ്രാധാന്യത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കാണുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പശ്ചിമേഷ്യ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭയമാണ് യോഗത്തിൽ പ്രതിഫലിച്ചത്. വിദേശകാര്യ സഹമന്ത്രിമാരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധികളും തങ്ങളുടെ ആശങ്കകൾ വിശദമായി പങ്കുവച്ചു. എന്നാൽ എല്ലാ അംഗരാജ്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പൊതുധാരണയിലെത്താൻ കഴിയാത്തതിനാൽ യോഗത്തിന് ശേഷം സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയില്ല. ഭീകരവാദത്തോടുള്ള സമീപനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന കർക്കശമായ നിലപാടാണ് ബ്രിക്സ് പ്രതിനിധികൾ സ്വീകരിച്ചത്. പശ്ചിമേഷ്യയിലെ പല സായുധ ഗ്രൂപ്പുകളെയും പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ നിലപാട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് അക്രമത്തിന്റെ പാത ഉപേക്ഷിക്കണമെന്നും നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകണമെന്നും യോഗം വിലയിരുത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പുറമെ പലസ്തീനിലെ മാനുഷിക പ്രതിസന്ധിയും യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി. ഗാസയിലെയും വൈറ്റ് ബാങ്കിലെയും നിലവിലെ സാഹചര്യങ്ങൾ അതീവ ഗുരുതരമാണെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഇതിനു പുറമെ യമനിലും ലിബിയയിലും തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും ആഭ്യന്തര കലഹങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. ഇന്ത്യയുടെ നിലപാട് യോഗത്തിൽ സുവ്യക്തമായിരുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും യുദ്ധത്തിന് പകരം സമാധാനത്തിന്റെയും ചർച്ചയുടെയും പാതയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേര് എടുത്തു പറയാതെ ആയിരുന്നു ഇന്ത്യയുടെ ഈ നയതന്ത്രപരമായ ഇടപെടൽ. മനുഷ്യത്വത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് ഇന്ത്യൻ പ്രതിനിധികൾ ഊന്നി പറഞ്ഞു. അടുത്ത വർഷം ചൈനയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് വിദേശകാര്യ യോഗം വീണ്ടും ചേരാനും തീരുമാനമായി. ഈ കാലയളവിനുള്ളിൽ പശ്ചിമേഷ്യയിൽ സമാധാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് അംഗരാജ്യങ്ങളുടെ പ്രതീക്ഷ. ബ്രിക്സ് രാജ്യങ്ങളുടെ ഐക്യവും മേഖലയിലെ പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടലുകളും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ബ്രിക്സ് യോഗം ഡൽഹിയിൽ നടക്കുമ്പോൾ തന്നെ മറ്റൊരു നിർണായക നയതന്ത്ര നീക്കം പാകിസ്ഥാനിൽ ആരംഭിച്ചു. ഇറാൻ അമേരിക്ക സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരക്ചി ഇസ്ലാമാബാദിലെത്തി. പശ്ചിമേഷ്യയിലെ പിരിമുറുക്കം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ സന്ദർശനം. US പ്രതിനിധി സംഘവും ശനിയാഴ്ച തന്നെ ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ലെന്ന നിലപാട് ഇപ്പോഴും തുടരുന്നു. തങ്ങളുടെ ആവശ്യങ്ങളും നിലപാടുകളും മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനെ അറിയിക്കാനാണ് ഇറാന്റെ തീരുമാനം. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ബഗായി എക്സിലൂടെയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. അമേരിക്കയുമായി ഒരേ മേശയിലിരുന്നുള്ള സംഭാഷണത്തിന് ഇറാൻ സന്നദ്ധമല്ല. എന്നാൽ മേഖലയിലെ സാഹചര്യം മെച്ചപ്പെടുത്താൻ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളോട് സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്ക അടിച്ചേൽപ്പിച്ച യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ഇറാന്റെ പ്രഖ്യാപിത ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അരക്ചി പാകിസ്ഥാൻ ഉന്നതതല ഉദ്യോഗസ്ഥരുമായി പങ്കുവയ്ക്കും. പാകിസ്ഥാൻ ഈ നിർദ്ദേശങ്ങൾ അമേരിക്കൻ സംഘത്തെ അറിയിക്കുന്ന രീതിയിലുള്ള ഷട്ടിൽ ഡിപ്ലോമാസിയാണ് ഇസ്ലാമാബാദ് വേദിയാകുന്നത്. ഇറാനും US തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും നിലവിൽ പദ്ധതിയിട്ടിട്ടില്ലെന്ന് ഇറാൻ വക്താവ് ആവർത്തിച്ചു. നയതന്ത്ര തലത്തിൽ നേരിട്ട് ഇടപെടാത്തത് ഇറാന്റെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. എങ്കിലും പാകിസ്ഥാൻ വഴി ഒരു ധാരണയിലെത്താൻ സാധിച്ചാൽ അത് മേഖലയിലെ സംഘർഷത്തിന് വലിയ ആശ്വാസമാകും. പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണി ആഗോള വിപണിയും എണ്ണവിലയും ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സമാധാന നീക്കങ്ങൾ നടക്കുന്നത്. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ശക്തികൾ ഇറാനുമായും ഇന്ത്യയും അമേരിക്കയുമായും നല്ല ബന്ധം പുലർത്തുന്ന സാഹചര്യത്തിൽ ഈ ചർച്ചകൾക്ക് അന്താരാഷ്ട്ര പ്രാധാന്യമുണ്ട്. ബ്രിക്സ് യോഗത്തിൽ ഭീകരവാദ വിരുദ്ധ നിലപാട് ശക്തമാക്കിയത് ഇസ്രായേലിനും അനുകൂലമായ ഘടകമാണ്. അതേസമയം സമാധാന ചർച്ചകൾക്കായി ഇറാൻ നടത്തുന്ന നീക്കം തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. പാകിസ്ഥാനിലെ ചർച്ചകളിൽ പ്രധാനമായും ഹോർമസ് കടലിടുക്കിലെ ഉപരോധവും ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങളും ചർച്ചാ വിഷയമായേക്കും. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടായാൽ മാത്രമേ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകൂ. ന്യൂഡൽഹിയിലെ ബ്രിക്സ് യോഗം അവസാനിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ പ്രതിസന്ധിയിൽ ഒരുപാട് പുതിയ ദിശാബോധം നൽകാൻ അംഗരാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ലെന്ന സന്ദേശമാണ് ഇന്ത്യയും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളും നൽകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രജ്ഞർ അതീവ ജാഗ്രതയോടെയാണ് ഇസ്ലാമാബാദിലെ സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കുന്നത്. വൈറ്റ് ഹൌസ് പ്രതിനിധികൾ പാകിസ്ഥാനോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇറാന്റെ അടുത്ത നീക്കം. മേഖലയിലെ സമാധാനത്തിനായി മധ്യസ്ഥം വഹിക്കാൻ പാകിസ്ഥാൻ മുൻകൈയെടുത്തത് അവരുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള പാലമായി പാകിസ്ഥാൻ മാറുന്നത് ഇതാദ്യമല്ല. പലസ്തീൻ വിഷയം പരിഹരിക്കപ്പെടാതെ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം സാധ്യമല്ലെന്ന നിലപാടിലാണ് ബ്രിക്സിലെ ഭൂരിഭാഗം രാജ്യങ്ങളും. ഇത് അമേരിക്കൻ നയതന്ത്രജ്ഞർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര നീക്കങ്ങളുടെ ഫലം എന്താകുമെന്ന് ലോകം കാത്തിരിക്കുകയാണ്. യുദ്ധത്തിന്റെ കരിനിഴൽ നിൽക്കുന്ന പശ്ചിമേഷ്യയ്ക്ക് സമാധാനത്തിന്റെ പുലരി സമ്മാനിക്കാൻ ഈ ചർച്ചകൾക്ക് സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങളുടെ ശക്തമായ ഇടപെടലും പാകിസ്ഥാനിലെ സമാധാന ചർച്ചകളും പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ നയതന്ത്ര ശ്രമങ്ങൾ തുടരുമെന്ന് ഇന്ത്യയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.